VC നിയമനത്തിൽ ഗവർണറും സർക്കാരും സമവായത്തിലെത്തിയിരിക്കുന്നു. KTU VC-ആയി സിസ തോമസിനെയും ഡിജിറ്റൽ VC-ആയി സജി ഗോപിനാഥിനെയും നിയമിക്കും. നടപടി സുപ്രീം കോടതി നേരിട്ട് നിയമനം നടത്താനിരിക്കെ തീരുമാനം ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. VC നിയമനത്തിലാണ് ഗവർണറും സർക്കാരും സമവായത്തിലെത്തിയിരിക്കുന്നത്. KTU VC-ആയി സിസ തോമസിനെയും ഡിജിറ്റൽ VC-ആയി സജി ഗോപിനാഥിനെയും നിയമിക്കും. VC നിയമത്തിൽ ഗവർണറും സർക്കാരും സമവായത്തിലെത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, VC നിയമത്തിൽ ഗവർണറും സർക്കാരും അങ്ങനെ സമവായത്തിലെത്തിയിരിക്കുന്നു. ഇനി KTU VC-ആയി സിസ തോമസിനെയും ഡിജിറ്റൽ VC-ആയി സജി ഗോപിനാഥിനെയുമായിരിക്കും നിയമിക്കുക. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വളരെ നിർണായകമായ ഒരു നീക്കമാണ് KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഗവർണർ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അപ്രതീക്ഷിത നീക്കം ഉണ്ടായിരിക്കുന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും സിസ തോമസിനെ അതോടൊപ്പം തന്നെ സജി ഗോപിനാഥിനെയും VC-മാരായി നിയമിക്കാൻ ധാരണയിലെത്തിയിരിക്കുന്നതെന്നാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഡിജിറ്റൽ സർവകലാശാല VC-ആയി സജി ഗോപിനാഥിനെ നിയമിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. KTU VC-ആയി സിസ തോമസിനെയും നിയമിക്കും. നേരത്തെ സർക്കാർ ഗവർണർ ധാരണയാകാത്തതിനെ തുടർന്നാണ് ഈ VC നിയമനം വൈകിയത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കെല്ലാം തന്നെ ഇടയാക്കിയിരുന്നു. നേരത്തെ ഈ VC നിയമനം നീളുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സുപ്രീം കോടതി വലിയ ഒരു ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. VC നിയമനത്തിനായി ഒരു സമിതിയെ നിയോഗിക്കുന്ന ഒരു അവസ്ഥയെത്തി. പിന്നാലെ സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും തമ്മിൽ സമവായത്തിലെത്തി ചർച്ചകൾ നടത്തി. സമവായത്തിലെത്തണം, VC നിയമനത്തിൽ സമവായത്തിലെത്തണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടെങ്കിലും നേരത്തെ സമവായത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. മന്ത്രി P രാജീവും അതോടൊപ്പം തന്നെ R ബിന്ദുവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഒരു സമവായത്തിലെത്താതെ പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. എന്തായാലും ഗവർണർ മുന്നോട്ട് വെച്ച പേരുകളിൽ ഈ സിസ തോമസിന്റെ പേര് നേരത്തെ അംഗീകരിക്കാനായി സർക്കാർ തയ്യാറായിരുന്നില്ലെന്നതാണ് പറയേണ്ട ഒരു കാര്യം. പിന്നാലെ വീണ്ടും ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സുപ്രീം കോടതി സ്വമേധയാ നിയമനത്തിലേക്ക് കടക്കുന്നു എന്നാണ് വ്യക്തമാക്കിയത്. കടുത്ത തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോകുന്നൊരു സ്ഥിതി ഉണ്ടായെന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. എന്തായാലും അതിന് പിന്നാലെ ദൂലിയ സമിതിയോട് 2 പേരുകൾ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും വ്യാഴാഴ്ചയ്ക്ക് മുമ്പായി ഈ പേരുകൾ സമർപ്പിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായ നീക്കം ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിൽ സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് പറയേണ്ട ഒരു കാര്യം. VC നിയമനത്തിൽ KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് പറയേണ്ടത്. അതിന് പിന്നാലെയാണ് സിസ തോമസിനെയും സജി ഗോപിനാഥിനെയും VC-മാരായി നിയമിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാവുന്നത്. എന്തായാലും ഗവർണർ ആ രീതിയിൽ ഉത്തരവിറക്കിയെന്നതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അതേസമയം തന്നെ അപ്രതീക്ഷിതമായ നീക്കം, അതായത് സുപ്രീം കോടതി VC നിയമിക്കാനിരിക്കുകയാണ് അപ്രതീക്ഷിതമായി നീക്കം എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അടുത്ത ദിവസം ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്തായാലും ഡിജിറ്റൽ സർവകലാശാല VC-ആയി സജി ഗോപിനാഥിനെയും KTU VC-ആയി സിസ തോമസിനെ നിയമിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അല്ലെങ്കിൽ VC നിയമനത്തിൽ സർക്കാരും ഗവർണറുമായി ഒരു ധാരണയിലെത്തി എന്നതാണ് പറയുന്നത്. ഒരു സമവായത്തിലെത്തിയതോടെയാണ് ഈ രീതിയിൽ നിയമനത്തിലേക്ക് വഴിയൊരുങ്ങിയത്. എന്തായാലും അവിടെ താൽക്കാലികമായ തർക്കങ്ങൾക്കെല്ലാം തന്നെ താൽക്കാലികമായി ഒരു സമാപ്തി ആയിരിക്കുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഡിജിറ്റൽ KTU VC നിയമനത്തിൽ ഒരു സമവായം സർക്കാരും ഗവർണറും തമ്മിൽ ഒരു സമവായത്തിലെത്തിയിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. നേരത്തെ കടുത്ത വിമർശനങ്ങളെല്ലാം തന്നെ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഉയർന്നിരുന്നു. അതായത് VC നിയമനം നീളുന്നൊരു സ്ഥിതി ഉണ്ടാവുന്നു. അതിന് പിന്നാലെ സർക്കാരും ഗവർണറും തമ്മിൽ ധാരണയാകാത്തൊരു സ്ഥിതി. ഗവർണർ മുന്നോട്ട് വെച്ച പേരുകൾ സർക്കാർ അംഗീകരിക്കുന്നതിൽ സിസ തോമസിന്റെ പേര് അംഗീകരിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവുന്നു. ആ പേരിനോട് സർക്കാർ ഒരു തീരുമാനത്തിൽ എത്താവുന്നൊരു സ്ഥിതി ഇതെല്ലാം തന്നെ ഉണ്ടാവുന്നു. അതിന് പിന്നാലെ വീണ്ടും സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അതിന് പിന്നാലെയാണ് സുപ്രീം കോടതി VC-യെ സുപ്രീം കോടതി തീരുമാനിക്കും എന്ന് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ വ്യക്തമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായതിനെ തുടർന്ന് ദൂലിയ സമിതിയോട് 2 പേരുകൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാനായി സുപ്രീം കോടതി ആവശ്യപ്പെടുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു ദിവസം, അതായത് വ്യാഴാഴ്ചയ്ക്ക് മുമ്പായി, അതായത് 2 ദിവസങ്ങൾ കഴിഞ്ഞ്
18-ാം തീയതിക്ക് മുമ്പായി ഈ പേരുകൾ സമർപ്പിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരുന്നത്. മുദ്രവെച്ച കവറിൽ പേരുകൾ സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് സുപ്രീം കോടതി നിയമനം നടത്തുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം. എന്തായാലും അതിനെല്ലാം തന്നെ മുന്നോടിയായി തന്നെ ഇപ്പോൾ ഈ നീക്കത്തിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് പറയേണ്ടത്. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിൽ VC നിയമനത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. KTVC ആയി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC ആയി സജി ഗോപിനാഥിനെയും നിയമിച്ചിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.